ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ പറയാമല്ലേടാ, ഇത് ഇന്നത്തെ വീഡിയോ അല്ല, ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ ഇവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്ന് ഇതിന് നേരെ വിപരീതമാണ്, മഴയും ഇരുട്ടും ഒക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ സൂര്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ അകത്തെ അശയിൽ തണുത്ത് വിറങ്ങലിച്ച് കിടന്ന തുണികളെല്ലാം പറക്കി ഉണക്കാനായിട്ട് വെയിലത്തോട്ടിട്ടു. പിന്നെ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ തുണി ഉണക്കാനിടാറ്. കമ്പ് കൊണ്ട് കുത്തി മുകളിലോട്ട് വെച്ചെങ്കിലൊക്കെ വെയിലടിക്കാറുള്ളൂ. അപ്പോൾ ഉള്ള വെയിലത്ത് എങ്ങനെയെങ്കിലും ഉണക്കി എടുക്കണ്ടേ. അപ്പോൾ വെയിലുള്ളത് കൊണ്ട് നമ്മൾ റോഡും ഇച്ചിരി ഹാപ്പിയാണ് കേട്ടോ. ആളും ബഹളവും ഒക്കെ ഉണ്ട്, മദ്രസയിൽ പോകുന്ന പിള്ളേരും വണ്ടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ കാപ്പി കൂടി പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ പരിപാടിയിലോട്ട് കിടക്കണം. അപ്പോൾ ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. അപ്പം മീൻ കൂട്ടലൊക്കെ കുറവാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് ചീമച്ചക്ക എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇത് പുഴുങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പോൾ ഇന്ന് ഇവനെ നമ്മൾ വറുത്തരച്ച് കറി വെക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതിനെ ചീമച്ചക്കയെന്ന് തന്നെയല്ലേ എല്ലായിടവും പറയാറ്, എനിക്കറിയത്തില്ല കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്താണെന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് തേങ്ങ വറുക്കണം. ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ കൊച്ചുള്ളി ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ തേങ്ങ വറുക്കുന്ന കാര്യമൊന്നും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നൊരിതാണല്ലോ അതൊക്കെ. തീയലൊക്കെ വെക്കുന്നത് കണക്ക് മസാലപ്പൊടി ഇടണം കേട്ടോ കുറച്ച്. ഇപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ല കണക്കൊന്ന് മൂപ്പിച്ച് നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചീമച്ചക്ക താണ്ടെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഒരിച്ചിരി കൈപ്പുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ ചട്ടി വെച്ചു, ചൂടായി, എണ്ണ ഒഴിച്ച് കടുകിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് അങ്ങോട്ട് തട്ടിയിടാമേ. പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് തീ കുറച്ച് അടച്ച് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് കൊഞ്ചും കൂടി ഇടുന്നുണ്ട്, ഉണക്ക കൊഞ്ചും കൂടെ. അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇതിങ്ങനെയൊക്കെ കറി വെക്കാറുണ്ടോ? തേങ്ങ വറുക്കുന്നതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ, ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ തീ കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വേവിക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാൻ. കുറച്ച് നേരം അങ്ങനെ ലോ ഫ്ലെയിമിലിരുന്നൊന്ന് വെന്ത് വരട്ടെ. അതാണ്ട് ഒന്ന് വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഇളക്കി കൂട്ടിയിട്ട് പിന്നെ അതാണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി പിന്നെ പച്ചമുളകും കറിവേപ്പില അത് ഞാൻ ഇടാൻ മറന്നുപോയതാണ് കേട്ടോ ആദ്യമേ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആ ചീമച്ചക്കയ്ക്ക് ഒരു മഞ്ഞ കളർ കിട്ടിക്കോട്ടെ. ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം ഇത് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിലൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് നോക്കാൻ മറക്കല്ലേ, ഉപ്പും നോക്കി ആവശ്യത്തിന് വെള്ളവും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ തീയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചൊന്ന് പറ്റണം, ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട കേട്ടോ, കാരണം അത് ഒരുവിധം വെന്തയാണല്ലോ. തിളച്ച് പറ്റി നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ കറി, കൂടെ തന്നെ ഞാൻ മോര് കാച്ചിയതും ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയതും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മുഫീദിനും മുസമ്മിലിനും ചോറ് കൊടുക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക്. അവർക്ക് ഇത്രയും കറിയൊന്നും വേണമെന്നില്ല കേട്ടോ, അവർക്ക് മോര് കാച്ചിയതും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ കുശാലാണ്, അത് മതി. പിന്നെ മീൻ പൊരിച്ചത് ഇപ്പം അങ്ങനെ കൊടുക്കാറില്ലാത്തത് കൊണ്ട് ഇതൊക്കെ കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇന്നലെ തന്നെ ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റാഞ്ഞത് വോയിസ് കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ലടാ, അതുകൊണ്ടാണ്. താങ്ക്